ഞാൻ ഡോക്ടർ ജി പി സിദ്ധി, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ. തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് നമുക്കിന്ന് അറിയാം. തൈറോയ്ഡ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയായി മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ കഴുത്തിന് മുന്നിലുള്ള ചെറിയൊരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോണാണ് അത്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടനവധി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈവൻ ഒരാൾക്ക് ഒരു ഡിപ്രഷൻ വന്നാലും ആങ്സൈറ്റി വന്നാലും ഒക്കെ നമ്മൾ ഏറ്റവും ആദ്യം അവരോട് ചോദിക്കുന്നത് തൈറോയ്ഡ് ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അതായത് തൈറോയ്ഡ് എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശാരീരികവും മാനസികവുമായ ഒട്ടനവധി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. തൈറോയ്ഡ് ആൺ പെൺ ഭേദമന്യേ കാണുന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളിലാണ്, അതായത് സ്ത്രീകളിലാണ് 80% തൈറോയ്ഡ് രോഗസാധ്യതയുള്ളത്. തൈറോയ്ഡ് അതായത് ഈ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന്, അതായത് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ഒരു മെറ്റബോളിസം കറക്റ്റ് ആയിരുന്നാലും മാത്രമേ തൈറോയിഡിൻ്റെ ഉൽപ്പാദനവും തൈറോയിഡിൻ്റെ പ്രവർത്തനവും കൃത്യമായി നടക്കുകയുള്ളൂ. അതായത് തൈറോയിഡ് പ്രശ്നങ്ങൾ സാധാരണ തൈറോയിഡിൻ്റെ എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആരോഗ്യകരമായൊരു ജീവിതത്തെ തൈറോയ്ഡ് ഹോർമോണിന് റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ എത്രത്തോളം ആൾക്കാർക്കുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം, സ്കിന്നിൻ്റെ ആരോഗ്യം, മാനസികാരോഗ്യം, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് തൈറോയിഡിന് വളരെയധികം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ആർത്തവം കൃത്യമായി നടക്കുന്നതിനും അതായത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തൈറോയിഡുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. തൈറോയ്ഡ് സാധാരണ തൈറോയ്ഡ് ഹോർമോൺ 2 തരത്തിൽ ആരോഗ്യ പ്രശ്നമായി മാറാറുണ്ട്. അതായത് നോർമലിൽ നിന്നും കുറഞ്ഞു വരികയും കൂടി വരികയും. കൂടി വരുന്ന അവസ്ഥ, അതായത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് വളരെ സാധാരണമല്ലെങ്കിലും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിൽ ഹൈപ്പർ തൈറോയിഡിസം കാണാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും. അത്തരം ആൾക്കാരിൽ കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശരീരം മെലിഞ്ഞു പോവുക, സ്കിന്ന് വളരെ റഫായി പോവുക, അടിക്കടി, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നിൽക്കാതെ ഇറിറ്റബിൾ ബവൽ, പെട്ടെന്ന് വയറിളക്കം വരിക, മലശോധന കൃത്യമാകാതിരിക്കുക, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഈവൻ ബോധക്ഷയം തന്നെ സംഭവിക്കുക, അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുക. ഇതൊക്കെ തൈറോയ്ഡ് ഹോർമോൺ കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനിൽ വരാറുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവസ്രാവം ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ കുറഞ്ഞും കാണാറുണ്ട്, ഇറഗുലറായിട്ടും കാണാറുണ്ട്. സാധാരണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ തൈറോയ്ഡിന് നമുക്കൊരു പ്രേരണ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായിട്ട് ഒരു മിമിക്ക് ചെയ്തിട്ട്, അതായത് അതുപോലെ പ്രവർത്തിക്കുകയും അത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഹൈപ്പർ തൈറോയിഡിസം വരാറുണ്ട്. ഇനി തൈറോയിഡിൻ്റെ ഹോർമോൺ നമ്മൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം, അതാണ് സാധാരണ ആൾക്കാരിൽ കൂടുതലും കാണാറുള്ളത്. അത്തരം ആൾക്കാരിൽ പെട്ടെന്ന് ശരീരം തടിക്കുക, വ്യായാമം ഒക്കെ കൃത്യമായി ചെയ്താലും അമിത ആഹാരമൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ശരീരഭാരം കൂടുക, അതുപോലെ തന്നെ അവരുടെ സ്കിൻ റഫ്നെസ് ആയി മാറുക, ഉറക്കത്തൂക്കം അനുഭവപ്പെടുക, ആർത്തവ തകരാറുകൾ, ആർത്തവം കുറവും പെയിൻഫുള്ളുമായിട്ടൊക്കെ ഇരിക്കുക. മാത്രമല്ല ഇത്തരം ആൾക്കാരുടെ എല്ലുകളുടെയും അതുപോലെ തന്നെ പേശികളിലുമൊക്കെ വേദന, അടിക്കടി കാലിലും കയ്യിലുമൊക്കെ നീര് വരിക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ തൈറോയിഡിൻ്റെ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിൽ വരാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന കണ്ടീഷനിൽ, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നത് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിന് അധികം ഹോർമോൺ കൂടുമ്പോൾ അതിന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യുന്നവരിൽ കൂടാം. ചിലർക്ക് അയഡിൻ ഇടുന്നവരിൽ ചില കണ്ടീഷനിൽ അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസം വരാറുണ്ട്. ചില റേഡിയേഷൻ ചികിത്സയിൽ ഹൈപ്പോ തൈറോയിഡിസം വരാറുണ്ട്. പാരമ്പര്യത്തിന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനും കോശങ്ങളുടെ പ്രവർത്തനത്തിനുമൊക്കെ ഒരു പ്രധാന ഘടകമുണ്ട്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും, അത് പ്രത്യേകിച്ചും നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യുന്നത് പെൺകുട്ടികളിൽ ആർത്തവ തകരാറും ആർത്തവ പ്രശ്നവും
ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ശരീരഭാരം കൂടുക, പെട്ടെന്ന് ശരീരഭാരം കുറയുക, അമിതമായ ക്ഷീണം അനുഭവപ്പെടുക, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ ഇല്ലാതാകുക, അത്തരം കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു തൈറോയ്ഡ് ചെക്ക് ചെയ്യാറ്. അതായത് ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടിയുടെ വളർച്ച മുതൽ തൈറോയ്ഡ് ഹോർമോണിന് വളരെയധികം റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോണിന് ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ പ്രശ്നമുള്ളവരാണെങ്കിൽ സമയബന്ധിതമായി ചെക്ക് ചെയ്യുക, ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിലും. പിന്നീട് തൈറോയ്ഡ് ഹോർമോണും മാനസിക ആരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതായത് പലതരം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആങ്സൈറ്റി കൂടി വരിക, ഡിപ്രഷൻ, സ്ട്രെസ്സ്, ഇത്തരം കണ്ടീഷൻസിലൊക്കെ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുകയും തൈറോയ്ഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാറുണ്ട്. അത്തരം ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലും തൈറോയ്ഡ് ഹോർമോണിൻ്റെ അതായത് ഒരു ലെവൽ കൃത്യമാക്കുമ്പോഴത്തേനും മാനസികാരോഗ്യ പ്രശ്നം കൃത്യമായി മാറാറുണ്ട്. പിന്നീട് അയഡിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അയഡിൻ ഡെഫിഷ്യൻസി കുറവാണെങ്കിലും അയഡിൻ ഡെഫിഷ്യൻസി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാറുണ്ട്. അതായത് ഗോയിറ്റർ പോലുള്ള കണ്ടീഷൻ, അതായത് അയഡിൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ അയഡിൻ കുറയുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ കൂടുതൽ പ്രവർത്തിക്കുകയും അങ്ങനെ വീക്കം വരികയും തൈറോയ്ഡ് ഗ്രന്ഥി പോലെ ഗോയിറ്റർ പോലുള്ള കണ്ടീഷൻ വരികയും ചെയ്യും. ഇത്തരം ആൾക്കാരിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ഒരു നോർമൽസി കാണും, പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥി കാണും, ഗോയിറ്റർ പോലുള്ള കണ്ടീഷൻസ് കാണും. അതും തന്നെ രണ്ട് തരത്തിലും ഒക്കെ ഉണ്ട്. അതായത് പുറമേ ഉള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കാണുന്നതുമുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴകൾ തന്നെ രണ്ട് വശത്തും ഒരു വശത്തും കാണുന്നത് മൾട്ടി നോഡുലറായിട്ട് ഒന്നിലധികം ചെറിയ ചെറിയ മുഴകളായിട്ട് കാണുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. ചില തൈറോയ്ഡ് മുഴകളൊക്കെ ക്യാൻസറസ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി അതിനൊരു ഇവാലുവേഷൻ നടത്തുകയും അത് ബയോപ്സിയൊക്കെ ചെയ്ത് കോശങ്ങൾക്ക് മറ്റു പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇനി ചികിത്സയുടെ കാര്യത്തിൽ ആയുർവേദത്തിൽ തൈറോയ്ഡ് ഹോർമോൺ ഒരു പാരമ്പര്യമായ ഒരു ഘടകം ഉണ്ട് എങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ളവരുടെ ആഹാര ക്രമീകരണവും അത്യാവശ്യമാണ്. അതായത് നാരുള്ള ഭക്ഷണം ശീലമാക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഭക്ഷണത്തിലൂടെ നാച്ചുറലി നമുക്ക് അയഡിൻ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണശീലം ഉണ്ടാക്കുക, തൈറോയ്ഡ് അതായത് ഹോർമോണിൻ്റെ ലെവല് കൃത്യമായി സമയബന്ധിതമായി ചെക്ക് ചെയ്യുക ഒക്കെ വേണ്ടതുണ്ട്. ഈ പലരിലും ഒരു സംശയമുണ്ട്, കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കഴിച്ചാൽ തൈറോയ്ഡ് രോഗം വരുമെന്ന്. തൈറോയ്ഡ് വരാൻ സാധ്യതയുള്ളവരും തൈറോയ്ഡ് പ്രശ്നമുള്ളവരും മാത്രം അത്തരം ഒരു സോയ അങ്ങനെയൊക്കെ ഉള്ള അതായത് ഫുഡിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധ വരുത്തേണ്ടതുള്ളൂ. പക്ഷേ ഇവയൊക്കെ നന്നായി വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകാറില്ല. അല്ലാതെ ഇതൊക്കെ കഴിച്ചത് കൊണ്ട് തൈറോയ്ഡ് വരണം എന്ന് നിർബന്ധമില്ല. പിന്നീട് ചികിത്സയിൽ ആയുർവേദത്തിൽ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു മെറ്റബോളിക് ലെവലിൽ നമുക്ക് ട്രീറ്റ് ചെയ്താൽ മാത്രമേ തൈറോയ്ഡ് ഹോർമോണിൻ്റെയും തൈറോയ്ഡ് കോശങ്ങളുടെയും തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും കൃത്യമായ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. അതിന് ആയുർവേദത്തിൽ സാധാരണ നമ്മൾ ദീപനപാചന ഔഷധങ്ങൾ എന്ന് പറയും. അതായത് വൈശ്വാനര ചൂർണം പോലുള്ള ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കാഞ്ചനാര ഗുഗുലു പോലുള്ള ഔഷധങ്ങളാണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ കൃത്യമാക്കുന്നതിന്. അതൊരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ആധുനിക ശാസ്ത്രത്തിൽ തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെയല്ല ആയുർവേദത്തിൽ. മെറ്റബോളിക് ലെവലിൽ അതായത് മെറ്റബോളിസം കറക്റ്റ് ചെയ്യുകയും പിന്നീട് ദീർഘകാലമായി ചികിത്സയുമാണ് ആയുർവേദത്തിലെ തൈറോയ്ഡ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചെയ്യുന്നത്. മാത്രമല്ല തൈറോയ്ഡ് അനുബന്ധ രോഗങ്ങൾക്ക്, അതായത് തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ കാൽസ്യം മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യാം, എല്ലുകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുക. അത്തരം അവസ്ഥയിലൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി ഗുഗുലു ചേർന്ന ഔഷധങ്ങൾ, അതുപോലെ പാച്ചോറ്റി, വൈശ്വാനര ചൂർണമൊക്കെ കൃത്യമായിട്ട് കുറച്ച് ഇടവേളയിൽ നമ്മൾ കഴിക്കേണ്ടതാണ്. സ്കിന്നിൻ്റെ ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഈ അടിക്കടി നിൽക്കുമ്പോൾ നീര് വരിക, അത്തരം കണ്ടീഷൻ, അതായത് തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോർമൽ ആയിരിക്കും ചിലപ്പോൾ, അതായത് പാരാതൈറോയ്ഡ് തൊട്ട് മേളിൽ നിൽക്കുന്ന കണ്ടീഷനിൽ അത്തരം ആൾക്കാരിൽ ആർത്തവ തകരാറും കാലിൽ നീര് വരലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അവരുടെ ജീവിതശൈലി ക്രമീകരണവും കാണുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ച് കൃത്യമായി ചികിത്സയും ചെയ്താൽ തൈറോയ്ഡ് ഹോർമോൺ കൊണ്ടുണ്ടാകുന്ന, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അനാരോഗ്യമായ അവസ്ഥ മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.